കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അട്ടിമറികൾ നടന്നിട്ടുള്ള കേസുകൾ പോക്സോ കേസുകളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഒരു അഭിഭാഷകൻ ഒരു പോക്സോ കേസിൽപ്പെട്ടു. ആ പോക്സോ കേസിനെതിരെ ആ പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോലീസ് നടത്തിയ വഴിവിട്ട കളികളെക്കുറിച്ചുള്ള IG-യുടെ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ മുമ്പിലുണ്ട് എന്നാണ്. പോലീസ് മേധാവിയുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ്. എന്തുകൊണ്ടാണ് ശ്രീജിത്ത് ഈ പോക്സോ കേസ് പ്രത്യേകം പറയുന്നത് അറിയാമോ? കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അട്ടിമറികൾ നടന്നിട്ടുള്ള കേസുകൾ പോക്സോ കേസുകളാണ്. വളരെ കുറച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, മാധ്യമങ്ങൾ തന്നെ കാര്യമായി ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഏരിയയാണ് പോക്സോ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ എന്തോ ആളുകൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് തെറ്റായ സാക്ഷിമൊഴികൾ ഒഴിപ്പിച്ച് എടുക്കുന്ന കേസാണ് എന്നൊരു പൊതുധാരണ പരത്താൻ ഈ പോക്സോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഡയറക്ടർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഇവിടെ. ഇതിൽ പകുതിയും കള്ളക്കേസുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം. കേരളത്തിൽ എടുത്തിട്ടുള്ള പോക്സോ കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞ, കേരളത്തിലെ കേസുകൾ ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് പോക്സോ കേസുകൾക്കാണ്. ഈ പോക്സോ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കോടതിക്ക് മുമ്പ് തന്നെ, കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പാക്കപ്പെടുന്നുണ്ട്. അത് കേവലം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു SIയോ CEയോ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ മാത്രമായി ഇടപെട്ടതല്ല നടത്തുന്നത്. പകരം ഒരു സിസ്റ്റം തന്നെ ആ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ. അത് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിക്കോ ഒന്നും അറിയാത്ത കാര്യമല്ല. അത് അറിഞ്ഞ് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട വാർത്ത, വാളയാർ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ വാർത്ത നമ്മളാണ് പുറത്തുവിട്ടത്. അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു പോക്സോ കേസിൽ 2 പെൺകുട്ടികൾ മരിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് പുറത്തു വന്നത്? അത് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ജഡ്ജി ഒരു കേസിൽ പ്രതിഭാഗം വക്കീൽ ഹാജരായില്ല എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോടതി രേഖകളിൽ അദ്ദേഹത്തിന് ഇന്ന് CWC സിറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹാജരായില്ല എന്ന് എഴുതിയതുകൊണ്ട് മാത്രമാണ് അയാളാണ് ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് എന്ന വിവരം പുറത്തു വന്നത്. കാരണം ഇൻ ക്യാമറ ഓപ്പറേഷനാണ് ഇത്തരം കേസുകളിൽ. ജഡ്ജിയും പ്രോസിക്യൂട്ടറും ഈ പ്രതിഭാഗം വക്കീൽ മാത്രമേ കോടതിയിൽ ഉണ്ടാവൂ. വേറെ ആരും കാണുന്നില്ല അയാൾ വരുന്നത് പോലും. അതുകൊണ്ടാണ് അത് പുറത്തു വന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായി ഇത്തരം അട്ടിമറികൾ നടക്കുമ്പോൾ പോക്സോ കേസുകളുടെ കാര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ?